ഹായ് ഓൾ, എന്താണ് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ നമ്മൾ BPCS 183യുടെ ഫസ്റ്റ് യൂണിറ്റിലോട്ടാണ് കിടക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഇമോഷൻസ്. എന്താണ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. എന്താണ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇമോഷൻസാണ് അല്ലേ? ഇമോഷൻസ് ഇല്ലെങ്കിൽ ജീവിതം ഒരു റോബോട്ടിക് ലൈഫ് പോലെ ആയിരിക്കും. റോബോട്ടിക് ലൈഫിന് റോബോട്ട്സ് ഇന്ന് നമ്മൾക്ക് മനുഷ്യന്മാർ ചെയ്യുന്നത് പലതും റോബോട്ട്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ റോബോട്ട്സിന് ഇമോഷൻസ് ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ സന്തോഷിക്കുന്നതും നമ്മൾ വിഷമിക്കുന്നതും നമുക്ക് ദേഷ്യം വരും, നമ്മൾ പേടിക്കും, നമ്മൾ സ്നേഹിക്കും, ഇതൊക്കെയല്ലേ നമ്മളെ മനുഷ്യരാക്കുന്നത്. ഒരു നല്ല ഭക്ഷണം കഴിച്ചാൽ നമുക്ക് സന്തോഷം കിട്ടും അല്ലേ? പ്രിയപ്പെട്ട ഒരാളെ കാണുമ്പോൾ നമുക്ക് സ്നേഹം തോന്നും അല്ലേ? കളി തോറ്റാൽ നമുക്ക് വിഷമം വരും, ഒരാൾ ചീത്ത പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. ഇതിനൊക്കെയാണ് നമ്മൾ ഇമോഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമോഷൻസ് എങ്ങനെ വരുന്നത്? ഇമോഷൻസ് അങ്ങോട്ട് പെട്ടെന്ന് വരുന്ന ഒന്നാണോ? അല്ല. ഒരു സംഭവം ഉണ്ടാകുന്നു, അതിന് ശരീരം പ്രതികരിക്കുന്നു, പിന്നെ മനസ്സ് അതിനെ തിരിച്ചറിയുന്നു. അതായത് നിങ്ങൾ പെട്ടെന്നൊരു പാമ്പിനെ കണ്ടെന്ന് കരുതുക. ആദ്യം എന്താ നടക്കുക? നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, പിന്നെ നമ്മൾ വിയർക്കും, അപ്പോൾ നമുക്ക് ഓടാൻ തോന്നും അല്ലേ? ഇതൊക്കെ ശരീരം പെട്ടെന്ന് ചെയ്യുന്ന പ്രതികരണമാണ്. ഇതിനെയാണ് നമ്മൾ ഇമോഷൻ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ ചിന്തിക്കുക, അയ്യോ എനിക്ക് പേടിയായി. ഇതാണ് ഫീലിംഗ്, അനുഭവം. മനസ്സിലായോ? അപ്പോൾ ഇമോഷനും ഫീലിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതാണ് പലർക്കും കൺഫ്യൂഷൻ ഉള്ളത്. ഇമോഷൻ എന്ന് പറഞ്ഞാൽ ശരീരം ആദ്യം പ്രതികരിക്കുന്നത്, ഫീലിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സ് പിന്നീട് തിരിച്ചറിയുന്നത്. ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ അറിയാതെ സംഭവിക്കുന്നത്, ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞ അനുഭവം. ഇമോഷൻസിന് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യും, നമ്മൾ വിയർക്കും, ഇങ്ങനെയുള്ള ഇതൊക്കെ വരും. ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയായി, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായി, എനിക്ക് ദുഃഖമായി, ആ തിരിച്ചറിവിനെയാണ് ഫീലിംഗ് എന്ന് പറയുക. അപ്പോൾ ഇമോഷൻസാണ് ആദ്യം, പിന്നെ ഫീലിംഗ്. മനസ്സിലായോ? അപ്പോൾ മൂടെന്താ? മൂഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു മനസ്ഥിതിയാണ്. നമ്മുടെ ഇമോഷൻസ് കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കും. മൂഡ് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളും ദിവസങ്ങളും വരെ നീണ്ടു നിൽക്കും. ഇപ്പം രാവിലെ ഇന്നിപ്പം തന്നെ കാരണമില്ലാതെ നമുക്കൊരു ഒരു 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 സങ്കടം, ഒരു ദിവസം മുഴുവൻ മനസ്സ് ഭാരമായിട്ട് തോന്നുക. ഇതൊക്കെയാണ് മൂഡ് എന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് അമ്മയോട് ദേഷ്യം വന്നു, ഇതെന്താ? ഇമോഷനാണ്. ഇന്ന് എനിക്കൊന്നും ഇഷ്ടം തോന്നുന്നില്ല, അതെന്താണ്? മൂഡാണ്. മനസ്സിലായോ? അപ്പോൾ ഇമോഷൻസ് ഒരുപോലെയാണോ? അല്ല. ഇമോഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ട്. ദേഷ്യം, ചെറിയ ദേഷ്യം, വലിയ ദേഷ്യം, ചെറിയ സന്തോഷം, വലിയ സന്തോഷം, ഇങ്ങനെയുള്ളത്. ഇപ്പോൾ ചെറിയ ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്താൽ നമുക്കൊരു ചെറുതായിട്ടൊരു ദേഷ്യം വരും അല്ലേ? അത് ആ ഒരു ഇറിറ്റേഷൻ കൈയടിച്ച് ആരെങ്കിലും കൂക്കി വിളിക്കുകയാണെങ്കിലോ നമുക്ക് ഭയങ്കര ദേഷ്യം വരും അല്ലേ? അതുപോലെ തന്നെ എന്താ പറയുക, ചെറിയ സന്തോഷം വന്നാൽ നമ്മളൊന്ന് ചിരിക്കും, അങ്ങനെയുള്ളൊരിതല്ലേ. വലിയ സന്തോഷം വന്നാൽ നമ്മളെ നിലത്തുനിന്നാവില്ലേ അല്ലേ, നമ്മളെ പാറിപ്പറന്ന് നടക്കും അല്ലേ? അതാണ്. അപ്പം ഇമോഷൻസ് നല്ലതാണോ മോശമാണോ? ഇമോഷൻസ് സ്വയം നല്ലതോ മോശമോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മളെ രക്ഷിക്കാനും ബന്ധങ്ങൾ ഉണ്ടാക്കാനും ജീവിക്കാനും സഹായിക്കുന്നതാണ്. പേടി എന്ന് പറയുന്നത് എന്താണ്? അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നു നമ്മളെ പേടി അല്ലേ? ദേഷ്യം നമ്മളെ അന്യായം തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കൂടുതലായ അമിതമായ അമൃതും വിഷമാണ് അല്ലേ? അപ്പോൾ ഇതൊക്കെ കൂടുതലായ നമ്മൾ സ്റ്റേജിലൊക്കെ ഫ്രീസായി പോകും, അമിത ദേഷ്യം വരും, നിയന്ത്രണം വിട്ട പെരുമാറ്റമൊക്കെ ഇമോഷൻസിൻ്റെ അൺകൺട്രോളബിൾ ഇമോഷൻസിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും ചേർന്ന് സംഭവിക്കുന്ന ഒരു പ്രതികരണമാണ്. സംഭവം ഉണ്ടാകുമ്പോൾ ശരീരം ആദ്യം പ്രതികരിക്കും, പിന്നെ മനസ്സത് തിരിച്ചറിയും. ഇമോഷൻസ് പറഞ്ഞാൽ ചുരുങ്ങിയ സമയത്ത് നടക്കുന്നതാണ്. മൂഡ് എന്ന് പറയുമ്പോൾ ദീർഘകാലം ഉണ്ടാകുന്നതാണ്. വികാരങ്ങൾ ജീവിതത്തിൻ്റെ, അതായത് ഇമോഷൻസ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ അത് മനസ്സിലാക്കി നിയന്ത്രിച്ച് നമ്മുടെ ഇമോഷൻസ് എന്തിനാണ്? വെറുതെ നമ്മളെ കരയിക്കാനോ ചിരിപ്പിക്കാനോ മാത്രമാണോ? അല്ല. നമ്മുടെ ഇമോഷൻസ് ഒക്കിന് വലിയൊരു ജോലിയുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇമോഷൻസ് ഇന്നും നിലനിൽക്കുന്നത്. അതറിയോ? അപ്പോൾ വെറുതെ ഒരു കരയാനും ചിരിക്കാനുള്ള ഒരു സംഭവമല്ല ഇമോഷൻസ്. ഇമോഷൻസിൻ്റെ പ്രധാനമായിട്ടുള്ള മാറ്റർ എന്താണ്? നമ്മളോട് സിഗ്നൽ തരുക എന്നുള്ളതാണ്. അതായത് ഇവിടെ സൂക്ഷിക്കണം, ഇത് നിനക്ക് നല്ലതാണ്, ഇത് നിനക്ക് അപകടമാണ്, ഇങ്ങനെ നമ്മളോട് പറയുന്നൊരു ഉള്ളിൽ നിന്നുള്ളൊരു അലാറം സിസ്റ്റം പോലെയാണ് ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇമോഷൻസിൻ്റെ 3 പ്രധാന വർക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇൻട്രാ പേഴ്സണൽ ഫങ്ഷൻ, അതായത് നമ്മുടെ ഉള്ളിലെ വികാരങ്ങൾ ചെയ്യുന്ന ജോലി.
ഇത് നമ്മളോട് തന്നെ വികാരങ്ങൾ ചെയ്യുന്ന സഹായമാണ്. അതായത് നമ്മുടെ ഇമോഷൻസ് നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു സഹായം. അതെങ്ങനെ, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എപ്പോൾ ഫൈറ്റ് ചെയ്യണം, എപ്പം വിട്ടു പോകണം, ഇതൊക്കെ നമ്മൾ ഇമോഷൻസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു സംശയകരമായ ഒരാളെ കണ്ടു, ഉള്ളിൽ ഒരു പേടി അല്ലേ, ഒരു അൺസേഫ് ഫീലിംഗ് വരും നമുക്ക്. ആ പേടിയാണ് നമ്മളെ വഴിമാറി നടക്കാനും അവിടെ നിന്ന് മാറിപ്പോകാനും ഇത് നമ്മളെ ജീവിതം തന്നെ രക്ഷിക്കാനുള്ള ഒരു ഇമോഷൻസാണ് അല്ലേ. പേടില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾ നമ്മളെ തട്ടിക്കൊണ്ടിട്ടുണ്ടെങ്കിലോ എന്താ വെക്കും. അതുപോലെ സെൽഫ് റെസ്പെക്റ്റ്, നമ്മളെ തന്നെ ബഹുമാനിച്ചാൽ നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കും. നമ്മൾ മോശം പെരുമാറ്റം നമ്മൾ സഹിക്കില്ല, നമ്മളോട് ആരെങ്കിലും മോശമായി പെരുമാറ്റം നമ്മൾ സഹിക്കില്ല. എനിക്കൊരു വിലയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കും. ഇതെല്ലാം ഇമോഷൻസ് ഉള്ളിൽ നിന്നും പറയുന്നതാണ്. ഇപ്പം സന്തോഷത്തിൻ്റെ കാര്യമാണെങ്കിൽ, ഒരു സന്തോഷമുള്ളപ്പോൾ നമ്മൾ ഓപ്പണായിട്ടിരിക്കും, മനസ്സ് ഓപ്പണായിരിക്കും, പുതിയ ഐഡിയകൾ വരും, ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധയിൽപ്പെടും. അതുകൊണ്ടാണ് സന്തോഷമുള്ള കുട്ടികൾ ക്രിയേറ്റീവ് ആയിരിക്കുന്നതും പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കുന്നതും. സങ്കടമുള്ളൊരു കുട്ടിയാണെങ്കിലോ, ഡിപ്രഷന് അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളൊരു കുട്ടിയൊക്കെ ആണെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ കരുതും വിഷമം മോശമാണെന്ന്. പക്ഷേ ചെറിയ വിഷമം നമ്മളെ കൂടുതൽ റിയലിസ്റ്റിക് ആക്കും, പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നത് കുറക്കും, കാര്യങ്ങൾ സൂക്ഷിച്ച് പരിശോധിക്കാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് വിഷമം പോലും ചിലപ്പോൾ നമ്മളെ സഹായിയാണെന്ന് പറയുന്നത്. അതാണ് എന്ത് പറയുന്നത്, ഇൻട്രാ പേഴ്സണൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മളോട് തന്നെ നമ്മളെ വികാരങ്ങൾ ചെയ്യുന്ന സഹായമാണ് എന്നാണ് ഇൻട്രാ പേഴ്സണൽ അതിന് പറയുന്നത്. ഇൻ്റർ പേഴ്സണൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് ആളുകൾ തമ്മിൽ ചെയ്യുന്ന ജോലി. ഇന്ന് നമ്മൾ മറ്റൊരാളുടെ ഇമോഷൻസ് ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു രീതി, അതായത് ഇമോഷൻസ് ഒരു ഭാഷയാണ്, ഒരു ലാംഗ്വേജാണ്. നമ്മളൊന്നും പറയാതെ തന്നെ ചിരിച്ചാൽ, മുഖം വീർത്താൽ, കരഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും അല്ലേ. ഇവൻ സന്തോഷത്തിലാണ്, ഇവൻ വിഷമത്തിലാണ്, അവൻ ദേഷ്യത്തിലാണ്. അത് നമ്മുടെ ഫേസ് കട്ടും നമ്മുടെ ആ ഒരു ആക്ഷൻസും ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം അല്ലേ. അപ്പം നിങ്ങളൊരാളോട് ചിരിച്ച മുഖത്തോടെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, അവർക്ക് എന്ത് തോന്നും നിങ്ങളെക്കുറിച്ച്, ഇവൻ നല്ല ഫ്രണ്ട്ലിയാണ്, ഇവനോട് നമുക്ക് സംസാരിക്കാം, ഇവനെ നമുക്ക് സമീപിക്കാം. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങും, റിലേഷൻഷിപ്പ് വളരും. ഇപ്പോൾ ഒരു കുട്ടി കരയുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഒരു കരുണ തോന്നും, സഹായിക്കണമെന്ന് തോന്നും. സങ്കടം കാണിക്കുന്നത് കണ്ടാൽ നമുക്കൊരു എമ്പതി വരും അല്ലേ. അപ്പോൾ ഡർവിൻ പറഞ്ഞത് എന്താണ്, വളരെ പഴയ കാലം മുതൽ തന്നെ മനുഷ്യർ ഇമോഷൻസ് ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. മറ്റുള്ളവരുടെ ദേഷ്യം തിരിച്ചറിയാനും, അപകടം വരുന്നെന്ന് മുന്നറിയിപ്പ് നൽകാനും, പേടി കാണിച്ച് കൂട്ടുകാരെ രക്ഷിക്കാനും നമ്മുടെ ഇമോഷൻസ് മനുഷ്യനുള്ള കാലം മുതൽക്കേ ഒരു സർവൈവൽ ടൂളാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇൻട്രാ പേഴ്സണലാണ്, ഇൻ്റർപേഴ്സണലാണ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫങ്ഷനാണ്. അതാണ് മൂന്നാമത്തത്. അതായത് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സംസ്കാരത്തിലും ഇമോഷൻസിന് ജോലിയുണ്ട്. എന്താണ്, നമ്മുടെ കുടുംബം ഉണ്ടാക്കുന്നത് ഇമോഷൻസ് ഉണ്ടാകുമ്പോഴാണ് അല്ലേ. അതുപോലെ നമ്മൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത്, ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നത് ആ സൊസൈറ്റിയിലുള്ളവർ തമ്മിൽ ഒരു ഇമോഷൻ നടന്നിട്ടാണ്. ഇപ്പോൾ ഒരു ട്രസ്റ്റ്, ഒരാളോട് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ ആളുകൾ ഒന്നിച്ച് നിൽക്കും, ആ ഗ്രൂപ്പിനെ സ്ട്രോങ് ആക്കും. അതാണ് കുടുംബം, കൂട്ടുകാർ, സമൂഹം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു സംസ്കാരത്തിനോട് അല്ലെങ്കിൽ ഒരു കൾച്ചറിനോട് ഇമോഷൻസ് നിയന്ത്രിക്കും. ഓരോ സൊസൈറ്റിയും പറയുന്നത് ഏത് വികാരം കാണിക്കണം, ഏത് വികാരം മറക്കണം എന്ന് ഓരോ സൊസൈറ്റിയും ആ സൊസൈറ്റിയിലുള്ള ആളുകളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. പല കിഴക്ക് ഭാഗത്തുള്ള കൾച്ചർപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആൺകുട്ടികൾ കരയരുത്, ദേഷ്യം കാണിക്കുന്നത് ആൺകുട്ടികൾക്കുള്ള സ്വഭാവമാണ്, വിഷമം കാണിക്കുന്നത് ആ ഒരു വീക്ക്നെസ് ആയിട്ട് കാണും. ഇതൊരു കൾച്ചറൽ നിയമമാണ് അല്ലേ. നമ്മുടെ ജോലി സ്ഥലത്ത് ഓഫീസിലാണെങ്കിൽ അമിത സ്നേഹം കാണിക്കരുത്, ദേഷ്യം കൺട്രോൾ ചെയ്യണം, പറയാതെ തന്നെയുള്ളൊരു ഇമോഷൻ റൂൾസാണ് അതൊക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇമോഷൻസ് വെറുതെ അല്ല, അത് നമ്മളെ രക്ഷിക്കുന്നുണ്ട്, തീരുമാനമെടുക്കാൻ സഹായിക്കുന്നുണ്ട്, ബന്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, സൊസൈറ്റി നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ഇമോഷൻസ് മനസ്സിലാക്കുമ്പോഴാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് തുടങ്ങുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ അടുത്തത് കമ്പോണൻസ് ഓഫ് ഇമോഷൻസ്. നമ്മൾ ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കൂ. എനിക്ക് ദേഷ്യം വന്നു അല്ലെങ്കിൽ എനിക്ക് പേടി തോന്നി എന്ന് പറയുമ്പം അതൊരു കാര്യം മാത്രമല്ല. നമ്മുടെ ഇമോഷൻസ് എന്നത് 5 കാര്യങ്ങൾ ഒന്നിച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇമോഷൻസിന് 5 കമ്പോണൻസ് ആണുള്ളത്. നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്ന് അഫക്റ്റീവ് കമ്പോണൻറ്റ്. ഇത് നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയുന്ന ഒരു അനുഭവമാണ്. അതാണ് സന്തോഷം, ദേഷ്യം, പേടി, വിഷമം,
നാണം. ഓക്കെ, ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എല്ലാവരുടെയും മുന്നിൽ വഴക്ക് പറഞ്ഞാൽ ഉള്ളിൽ അവന് തോന്നും എനിക്ക് നാണക്കേടായി, പേടിയായി, എനിക്ക് അങ്ങനെ തോന്നുന്നു എന്നൊരനുഭവം. ഇതാണ് അഫക്റ്റീവ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് കൊഗ്നേറ്റീവ് കമ്പോണൻറ്റ്. ഇത് നമ്മൾ ചിന്തിക്കുന്നൊരു ഭാഗമാണ്. നമ്മുടെ ഇമോഷൻസ് വന്നാൽ നമ്മൾ ചിന്തിക്കും, ഇതെന്തുകൊണ്ട് സംഭവിച്ചു, ഇതെനിക്ക് എന്ത് പ്രശ്നം ഉണ്ടാക്കും, ഇനി എന്ത് സംഭവിക്കും. അങ്ങനെ നമ്മുടെ ഇമോഷൻസ് തോന്നുന്നതും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സുഹൃത്ത് സംസാരിക്കാതെ പോയാൽ നമുക്ക് വിഷമം വരും. അപ്പോൾ നമ്മുടെ ചിന്ത എന്തായിരിക്കും, അവൻ എന്നോട് ദേഷ്യമാണോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ. ഇതാണ് കൊഗ്നേറ്റീവ് കമ്പോണൻറ്റ്. അടുത്തത് ഫിസിയോളജിക്കൽ കമ്പോണൻറ്റ്. ഇത് ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. അതായത് വികാരം, ഇമോഷൻസ് വന്നാൽ നമ്മുടെ ശരീരം ഉടനെ പ്രതികരിക്കും. സാധാരണ സംഭവിക്കുന്നതുകൾ എന്തൊക്കെയാണ്? കൈ വിയർക്കും, ഹൃദയവേഗം ഇടിക്കും, വയറ്റിലൊരു ഭാരം തോന്നും, മുഖം ചുവക്കും. ഇപ്പോൾ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ കൈ ഇങ്ങനെ വിറച്ചിട്ട് നിൽക്കില്ലല്ലോ, ഹൃദയം ഇങ്ങനെ ടൊട്ടോട്ടൊട്ടോറിന് ഇടിക്കും. ആരെങ്കിലും അടുത്ത് നിന്നാൽ കേൾക്ക വച്ച അല്ലേ, വായ വരണ്ടു പോകും. ഇതെല്ലാം ഫിസിയോളജിക്കൽ കമ്പോണൻസ് ആണ്. അടുത്തത് മോട്ടിവേഷണൽ കമ്പോണൻ്റാണ്. അതായത് ഇത് എന്തെങ്കിലും ചെയ്യണം എന്നൊരു തോന്നലാണ്. ഇമോഷൻസ് നമ്മളെ അടുത്തേക്ക് പോകാനോ അല്ലെങ്കിൽ വിട്ടു പോകാനോ തള്ളിവിടും. രണ്ട് തരത്തിലുള്ള പ്രവർത്തികളാണുള്ളത്, ഇൻവോളണ്ടറിയും വോളണ്ടറിയും. അറിയാതെ സംഭവിക്കുന്നതും നമ്മൾ തീരുമാനിച്ച് ചെയ്യുന്നതും. ചൂടുള്ളൊരു പാൻ തൊട്ടാൽ കൈ പെട്ടെന്ന് മാറ്റും, ഇത് ഇൻവോളണ്ടറി ആക്ഷനാണ്. പക്ഷെ രാവിലെ ഓടാൻ പോകുന്നത് മടിയുണ്ട്, പക്ഷെ പോകാമെന്ന് തീരുമാനിക്കുന്നത് വോളണ്ടറി ആക്ഷനാണ്. അപ്പോൾ ഇമോഷൻസും ആക്ഷൻസും ടെൻഡൻസിയായി വരുന്നത് എപ്പോഴാണ്? ദേഷ്യം വരുമ്പോൾ നമുക്ക് അടിക്കാൻ തോന്നും, പേടി വരുമ്പോൾ ഓടിപ്പോകാൻ തോന്നും, വെറുപ്പ് തോന്നുമ്പോൾ തള്ളിക്കളയാൻ തോന്നും, കുറ്റബോധം ഉണ്ടാകുമ്പോൾ ക്ഷമ ചോദിക്കാൻ തോന്നും, നാണം വരുമ്പോൾ ഒളിക്കാൻ തോന്നും, വിഷമം വരുമ്പോൾ മാറി നിൽക്കാൻ തോന്നും, സന്തോഷം വരുമ്പോൾ നമുക്ക് കളിക്കാൻ തോന്നും, കൗതുകം വരുമ്പോൾ നമുക്ക് അന്വേഷിക്കാൻ തോന്നും അല്ലേ. ഇതാണ് ഇമോഷൻസ് ആൻഡ് ആക്ഷൻസ് ടെൻഡൻസി എന്ന് പറയുന്നത്. എക്സ്പ്രസീവ് കമ്പോണൻറ്റ് പറഞ്ഞാൽ എന്താണ്? ഇമോഷൻസ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നൊരു ഭാഗമാണ്. അത് നമ്മുടെ മുഖഭാവത്തിലൂടെയും നമ്മുടെ ശരീരത്തിൻ്റെ മോഷനിലൂടെയും നമ്മുടെ ശബ്ദത്തിലൂടെയും ഒക്കെ ആവാം. ഇപ്പം സന്തോഷം വന്നാൽ നമ്മൾ പൊട്ടിച്ചിരിക്കും, ദേഷ്യം വന്നാൽ നമ്മൾ കൂക്കലോ വസ്തു എറിയലോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യും, വിഷമം വന്നാൽ നമ്മൾ കരയും, പേടി നമ്മൾ വേർക്കും. ഇതാണ് എക്സ്പ്രസീവ് കമ്പോണൻറ്റ്. അപ്പം ഇന്നൊരു ജീവിതത്തിലൊരു ഉദാഹരണം നോക്കാം നമുക്ക്. ജാൻവി എന്നൊരു സ്ത്രീയുടെ ഒരു സംഭവം നോക്കാം. ജാൻവിയുടെ ബോസ് എല്ലാവരുടെ മുന്നിലും അവളെ വഴക്ക് പറഞ്ഞു. എന്തൊക്കെ നടന്നു? ഫിസിയോളജിക്കൽ പരമായിട്ട് കൈ വിയർത്തു, അവളുടെ ഹൃദയം ഇടിച്ചു, വയറ്റിലൊരു ഭാരം തോന്നി. കോഗ്നേറ്റീവ് പരമായിട്ട് അവൾക്ക് തോന്നി എനിക്ക് ജോലി പോകുമോ, എല്ലാവരുടെയും മുന്നിൽ അപമാനിച്ചു. അങ്ങനെ അഫക്റ്റീവ് പരമായിട്ട് അവൾക്ക് നാണവും പേടിയും ആശങ്കയും വന്നു. എക്സ്പ്രസീവായിട്ട് അവളുടെ മുഖം ചുവന്നു, കണ്ണിൽ വെള്ളം നിറഞ്ഞു. അവൾക്ക് എന്ത് മോട്ടിവേഷനാണ് കിട്ടിയേ? ഇവിടെ നിന്ന് മാറിപ്പോകണം, ബാത്റൂമിലേക്ക് പോകാൻ തോന്നി. ഇതൊക്കെ ഒന്നിച്ച് സംഭവിക്കുമ്പോഴാണ് ഒരു ഇമോഷൻസ് പൂർണ്ണമാകുന്നത്. ക്ലിയർ ആണോ? അപ്പം ഇമോഷൻസ് പറഞ്ഞ ഒരു കാര്യമല്ല, അത് നമ്മുടെ അനുഭവവും ചിന്തവും, അതായത് നമ്മുടെ ഫിസിയോളജിക്കൽ പരമായിട്ടുള്ളതും കോഗ്നേറ്റീവ് പരമായിട്ടുള്ളതും എഫക്റ്റീവ് പരമായിട്ടുള്ളതും എക്സ്പ്രസീവ് ആയിട്ടുള്ളതും മോട്ടിവേഷൻ ആയിട്ടുള്ളതും ഇതെല്ലാം ചേരുമ്പോഴാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് വളരുന്നത്. ക്ലിയർ ആണോ? അടുത്തത് ടൈപ്സ് ഓഫ് ഇമോഷൻസ്. നമ്മുടെ എല്ലാ ഇമോഷൻസും ഒരു ചില ഇമോഷൻസ് അടിസ്ഥാനമായിട്ടുള്ളതായിരിക്കും, ചില ഇമോഷൻസ് ഒരു മിക്സ്ഡ് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇമോഷൻസ് പ്രധാനമായിട്ടും രണ്ട് തരമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് പ്രൈമറി ഇമോഷൻസും രണ്ട് സെക്കൻഡറി ഇമോഷൻസും. പ്രൈമറി ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ട് ഉണ്ടാകുന്ന ഇമോഷൻസ്. സെക്കൻഡറി ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിക്സ് ആയിട്ടുള്ളൊരു മിശ്രിതം പോലുള്ള ഇമോഷൻസ്. പ്രൈമറി ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെയുള്ള ഇമോഷൻസ്. ആരും പഠിപ്പിക്കേണ്ടതില്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള മനുഷ്യനും ഇത് അനുഭവിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ ഹാർഡ് വയേർഡ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ യൂണിവേഴ്സൽ എന്നൊക്കെ പറയുന്നത്. ഈ ഇമോഷൻസാണ് മനുഷ്യൻ ജീവിക്കാൻ നിലനിൽക്കാനും അതായത് സർവൈവൽ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പ്രൈമറി ഇമോഷൻസാണ്. റോബർട്ട് പ്ലച്ചിക് എന്ന് പറഞ്ഞ ആൾ 8 പ്രൈമറി ഇമോഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മനുഷ്യർക്കുള്ള 8 ബേസിക് ഇമോഷൻസാണ്. 1 ഫിയർ, 2 സർപ്രൈസ്, 3 സാഡ്, 4 ഡിസ്ഗസ്റ്റ്, 5 ആങ്കർ, 6 ആൻറ്റിസിപ്പേഷൻ, 7 ജോയ്, 8 ട്രസ്റ്റ്.
പേടി, അമ്പരപ്പ്, വിഷമം, വെറുപ്പ്, ദേഷ്യം, എന്തോ വരാൻ പോകുന്നെന്ന പ്രതീക്ഷ, സന്തോഷം, വിശ്വാസം. അപ്പോൾ അദ്ദേഹം ഈ ഇമോഷൻസിനെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു കളർ വീല് പോലെയാണ് കാണിച്ചത്. ഈ ഒരു വീലിൽ ഓരോ നിറവും ഓരോ ഇമോഷൻസിൻ്റെ ഫാമിലിയാണ്. ഇരുണ്ട നിറമുള്ളത് ശക്തമായിട്ടുള്ള ഇമോഷൻസ്, ഇളം നിറത്തിലുള്ളത് മൃദുവായിട്ടുള്ള ഇമോഷൻസ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ഇമോഷൻ കുറഞ്ഞതായും കൂടുതലായിട്ടും നമുക്ക് തോന്നാം. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ പേടി, ഫിയർ. ചെറിയ പേടിയാണെങ്കിൽ അപ്രഹെൻഷനാണ്, ഒന്ന് അൺഈസിയാണ് അല്ലേ. വലിയ പേടിയാണെങ്കിൽ ടെററാണ്, ഭീകരപ്പേടി അല്ലേ. പേടി മാറുന്നില്ല, പക്ഷെ അതിൻ്റെ തീവ്രത മാത്രമാണ്, ഇൻറ്റൻസിറ്റി മാത്രമാണ് മാറുന്നത്. അതുപോലെ തന്നെ ദേഷ്യം, മൈൽഡായിട്ടുള്ള ദേഷ്യമുണ്ട്, ചെറിയ ദേഷ്യം അനോയൻസ് എന്ന് പറയും. സ്ട്രോങ് ആയിട്ടുള്ള ദേഷ്യമുണ്ട് ആങ്കർ, വെരി സ്ട്രോങ് ആയിട്ടുള്ളതുണ്ട് റാക്ക്, പൊട്ടിത്തെറി. അപ്പോൾ ഈ വീലിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള ഇമോഷൻസാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. ക്ലിയർ ആണോ? ആ ഡയഗ്രാം ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക കേട്ടോ. രണ്ടാമത്തത് സെക്കൻഡറി ഇമോഷൻസ്, അതായത് സങ്കീർണമായിട്ടുള്ള ഇമോഷൻസ്. പ്രൈമറി ഇമോഷൻസ് ഒന്നിച്ച് ചേർന്നപ്പോൾ ഉണ്ടാകുന്ന ഇമോഷനാണ് സെക്കൻഡറി ഇമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൾച്ചറിലും ഒരുപോലെ ആവണമെന്നില്ല, ചിലത് കൾച്ചർ അനുസരിച്ചിട്ട് മാറും. ഇപ്പോൾ ആങ്കറും ഡിസ്ഗസ്റ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോണ്ടംപ്റ്റ് വരും, അതായത് ദേഷ്യവും വെറുപ്പും ചേർന്ന ഒരു അവഹേളന മനസ്സ് നമുക്ക് വരും. ഇൻട്രസ്റ്റും കാംനെസ്സും കൂടിയ ഒപ്റ്റിമിസം വരും. കൗതുകവും ശാന്തതയും ചേർന്നാൽ ഒരു പ്രതീക്ഷ വരൂലേ. ഇതൊക്കെയാണ് സെക്കൻഡറി ഇമോഷൻസ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷൻ്റെ മറ്റൊരു എതിർവശം വരിക. ഇമോഷൻസ് വീലിൽ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ചില ഇമോഷൻസ് പരസ്പരം വിരുദ്ധമാണ്. അതായത് സന്തോഷം, സാഡ്നെസ്, ട്രസ്റ്റ്, ഡിസ്ഗസ്റ്റ്, ഫിയർ, ആങ്കർ. ഒരേ സമയത്ത് സാധാരണയായി ഇത് രണ്ടും ഒരുപോലെ ശക്തമായിട്ട് വരാറില്ല, അപൂർവങ്ങളിലൊക്കെ വന്നെങ്കിലുള്ളൂ. ഇമോഷൻസ് ചേഞ്ച് ഓവർ ടൈമാണ്. അതായത് നമ്മുടെ ഇമോഷൻസ് ഒരിക്കലും ഒരു ഫിക്സ്ഡ് അല്ല, സ്ഥിരമല്ല. സമയം കഴിഞ്ഞാൽ അത് മാറും. ഇപ്പോൾ ഒരു വീട്ടിൽ വഴക്കുണ്ടായെന്ന് കരുതുക, ആദ്യം നമുക്ക് ദേഷ്യം വരും, കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരും അല്ലേ. പിന്നീട് നമ്മൾ ഒറ്റപ്പെട്ടതോ അല്ലെങ്കിൽ കുറ്റബോധമൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ സാഹചര്യം മാറിയില്ലെങ്കിലും നമ്മുടെ ഇമോഷൻസ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇമോഷൻസ് രണ്ട് തരമാണ്, പ്രൈമറി, സെക്കൻഡറി. പ്രൈമറി ഇമോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മനാ ഉള്ളതാണ്, എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണ്. സെയിം ഇമോഷൻസ് ആയിരിക്കും, ലോ ഇൻറ്റൻസിറ്റി, ഹൈ ഇൻറ്റൻസിറ്റി, അതുപോലെ പേരുകളിലെ മാറ്റം, ഫീലിംഗ് സെയിം ഫാമിലി തന്നെയാണ് കേട്ടോ. ഇമോഷൻസ് മിക്സ് ചെയ്യും, മാറും, ഇവോൾവ് ചെയ്യും. ഇമോഷൻസിന് പേര് വെച്ച് തിരിച്ചറിയാൻ പഠിച്ചാൽ നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങും. അതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ആ ചക്രം നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇമോഷൻസ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇമോഷൻസ്, തിങ്കിങ് ആൻഡ് ബിഹേവിയർ. നമ്മുടെ ഇമോഷൻസും ചിന്തകളും നമ്മുടെ പെരുമാറ്റവും തമ്മിലുള്ള ബന്ധം. ആദ്യം നമുക്കൊരു നമ്മുടെ ഒരു തിങ്കിങ് നോക്കാം. ഒരു ദിവസം നമ്മൾ വളരെ സന്തോഷത്തോടെയും തൃപ്തിയോടെയും ആയിരുന്ന സമയം ഓർക്കുക. അന്ന് ലോകം എങ്ങനെയായിരുന്നു? എല്ലാവരും നല്ലവരായി തോന്നിയോ? ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് സന്തോഷം തോന്നിയോ? നിങ്ങളതൊന്ന് കണ്ണടച്ച് ചിന്തിച്ച് നോക്കുക കേട്ടോ. ഇനി മറ്റൊരു സമയം ഓർക്കുക. നിങ്ങൾ വളരെ വിഷമിച്ചതോ ദേഷ്യപ്പെട്ട് വരുന്ന ഒരു സമയം. അന്ന് ലോകം എങ്ങനെയായിരുന്നു? ആളുകളെല്ലാം മോശമായി തോന്നിയോ? ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ ചൊടിപ്പിച്ചോ? ഇതിലൊക്കെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലോകം മാറിയിട്ടൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസാണ് മാറിയത്. അതോടെ ലോകത്തെ തന്നെ നമ്മൾ കാണുന്ന രീതിയും മാറുകയാണ് അല്ലേ. സന്തോഷമുള്ളപ്പോൾ നമ്മുടെ മനസ്സിലും നമ്മുടെ ചുറ്റുപാടിലും നമ്മൾ പ്രതികരിച്ചതൊക്കെ വ്യത്യസ്ത രീതിയിലാണെന്നെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും നമുക്ക് സങ്കടം വന്നപ്പോൾ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടാവുക, നമുക്ക് നമ്മുടെ ചിന്തകളിൽ തോട്ടുകളിൽ വന്നിട്ടുണ്ടാവുക അല്ലേ. അത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രണ്ട് സന്ദർഭം നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ കേട്ടോ, അപ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഇമോഷൻസും നമ്മുടെ തോട്ട്സും നമ്മുടെ ബിഹേവിയറും മൂന്ന് പേരും കൂട്ടുകാരാണ്, ഫ്രണ്ട്സാണ്. അപ്പോൾ ഇമോഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ തോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ 3 ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇത് മൂന്നും വേറിട്ടതല്ല, പക്ഷെ ഇത് പരസ്പരം കെട്ടിപ്പിണിഞ്ഞിരിക്കുന്നതാണ്. ഒന്ന് മാറിയാൽ മറ്റൊന്നും മാറും. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഒരു സംഭവം ഉണ്ടാകുന്നു, നമ്മൾ അതിനെ എങ്ങനെ ചിന്തിക്കുന്നു, അതാണ് ഇൻ്റർപ്രറ്റ് എന്ന് പറയുന്നത്. അതൊരു ഇമോഷൻസ് ഉണ്ടാക്കുന്നു, അതനുസരിച്ച് നമ്മൾ പെരുമാറുന്നു. ഒരു സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ,
നമ്മളടുത്തൊരു സുഹൃത്ത് പെട്ടെന്ന് നമ്മളോട് കൂക്കി സംസാരിക്കുന്നു എന്ന് കരുതാം, ഷൗട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നു. ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ, സ്റ്റിബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ട് വഴിയുണ്ട്. ഒരു വഴിക്ക് നമുക്ക് ചിന്തിക്കാം, ഇതെൻ്റെ സുഹൃത്താണ്, എനിക്ക് ദേഷ്യമാണെന്ന് തോന്നുന്നു, അവന് ദേഷ്യമാണെന്ന് തോന്നുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഇമോഷൻസ് കുഴപ്പമില്ല, ഒരു കൺഫ്യൂഷൻ. അപ്പോൾ നമ്മുടെ ബിഹേവിയർ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കും, എന്നിട്ട് നമ്മൾ സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കും. അതേസമയം നമുക്ക് വേറൊരു വഴിക്കും ഇത് നോക്കാം. നമ്മൾ ചിന്തിക്കുകയാണ്, ഇവൻ എത്ര മോശമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത്, എനിക്കൊരു ബഹുമാനവും തോന്നുന്നില്ല. ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ വികാരം എന്തായിരിക്കും? ദേഷ്യമായിരിക്കും. അപ്പോൾ അവിടെ പെരുമാറ്റം എന്തായിരിക്കും? തിരിച്ചു നമ്മൾ കൂക്കി വഴക്കുണ്ടാക്കി പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് നമ്മൾ പ്രതികരിക്കും. അപ്പോൾ സംഭവം ഒന്ന് തന്നെയാണ്, മാറിയത് എന്താണ്? നമ്മുടെ ചിന്തകൾ മാത്രമാണ്. അതാണ് ഇമോഷൻസും ബിഹേവിയറും മാറ്റിയത്. ക്ലിയർ ആയോ? അപ്പോൾ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഭവത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരർത്ഥം അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ, ഇതിനെയാണ് നമ്മൾ അപ്രൈസൽ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇതെനിക്ക് എന്താണ് അർത്ഥമാക്കുന്നത്, ഇത് അപ്രൈസലാണ്, ഇത് ഇമോഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് തരത്തിലുള്ള അപ്രൈസൽസും ഡിഫറെൻറ്റ് ഇമോഷൻസും ഉണ്ട്. ചില ഉദാഹരണങ്ങൾ വെച്ചിട്ട് നോക്കാം നമുക്ക്. എന്നെ അപമാനിച്ചു എന്നുള്ളതൊരു അപ്രൈസലാണ്. അതിനുണ്ടാകുന്ന ഇമോഷൻ നമുക്ക് ദേഷ്യമായിരിക്കും, അല്ലേ? എനിക്ക് അപകടമുണ്ട് എന്നുള്ളതൊരു അപ്രൈസലാണ്. അതിനുണ്ടാകുന്ന ഇമോഷൻസ് നമുക്ക് ആൻസൈറ്റിയോ പേടിയോ ഒക്കെ ആയിരിക്കും. എനിക്കൊന്നും കൂടെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ നമുക്ക് വിഷമം വരും. ഞാൻ തെറ്റ് ചെയ്തു എന്ന് തോന്നുമ്പോൾ നമുക്ക് കുറ്റബോധം വരും. എനിക്ക് വേണ്ട ലക്ഷ്യത്തിലേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് സന്തോഷം വരും. അവരുടെ സ്നേഹം നമുക്ക് വേണം തോന്നുമ്പോൾ നമുക്ക് അവരെ സ്നേഹിക്കും. മോശം സംഭവിക്കുമെന്ന് പേടിയോ പക്ഷെ നല്ലതാകുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ ഹോപ്പ് വരും. അവൻ വളരെ വിഷമത്തിലാണെന്ന് തോന്നുമ്പോൾ കമ്പാഷൻ വരും. ഇതെൻ്റെ നേട്ടമാണെന്ന് തോന്നുമ്പോൾ പ്രൈഡ് തോന്നും. അതാണ് നമ്മുടെ തോട്ട് മാറിയാൽ നമ്മുടെ ഇമോഷൻസും മാറും എന്ന് പറയുന്നത്. അപ്പോൾ അപ്രൈസൽ മാറ്റിയാൽ എന്ത് സംഭവിക്കും? ഗ്രോസ് ആൻഡ് ഡൗൺ പറയുന്നത്, ഒരേ സംഭവത്തെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ നമ്മുടെ മനസ്സ് തളരുന്നത് നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ സുഹൃത്ത് കൂക്കിയപ്പോൾ ആ ആളോട് എന്തോ ടെൻഷനുണ്ട്, അവന് എന്തോ ടെൻഷനുണ്ട്, അപ്പോൾ അത് മനസ്സിലാക്കി എങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ദേഷ്യം വരില്ല, നമ്മുടെ വിഷമം കുറയും, ദിവസം നന്നായിട്ട് പോകും. നമ്മൾ സാഹചര്യം നിയന്ത്രിക്കാൻ പറ്റിയില്ല, പക്ഷെ നമ്മുടെ അപ്രൈസൽ മാറ്റാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ ഒരേ സംഭവം വ്യത്യസ്ത പ്രതികരണങ്ങളാണ്. ഒരു സംഭവത്തിന് രണ്ട് പേര് രണ്ട് വിധം പെരുമാറ്റം, ഒരേ വ്യക്തി വേറെ ദിവസങ്ങളിൽ വേറെ പ്രതികരണം. മനസ്സും പഴയ അനുഭവങ്ങളും ഇപ്പോഴത്തെ ഇമോഷനുമാണ് അതിന് കാരണം. അപ്പോൾ ഇമോഷൻസ് ഉണ്ടെന്നാൽ ഉടനെ പ്രവർത്തിക്കണം എന്നൊന്നുമില്ല. നമ്മുടെ ഇമോഷൻസ് നമ്മളെ പ്രവർത്തിക്കാൻ തള്ളും, പക്ഷേ പ്രവർത്തിക്കുമോ ഇല്ലേ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അത് നമ്മുടെ സാഹചര്യം, ആരോടാണ് ആ ഇമോഷൻസ് വരുന്നത്, ഇത് ചെയ്താൽ എന്താകും എന്നുള്ള തോട്ട്, നമ്മുടെ പഴയ എക്സ്പീരിയൻസ്, നമ്മുടെ കൾച്ചറ്, പുരുഷനാണോ സ്ത്രീ എന്നുള്ള രീതിയിലുള്ള വളർത്തിയത്, ഇതൊക്കെ ഇതിനൊരു കാരണമാണ്. അപ്പോൾ കൾച്ചർ ആൻഡ് ജെൻഡർ ഡിഫറൻസും ഉണ്ട് ഇതിന്. കൾച്ചർ എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ കൺട്രികളിലൊക്കെ ദേഷ്യം തുറന്നു കാണിക്കും, എന്നാൽ ഈ ഇവിടത്തുള്ള കൺട്രിയിലൊക്കെ നമ്മുടെ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ദേഷ്യം അടക്കാൻ പഠിക്കും, അല്ലേ? ജെൻഡർ പരമായിട്ടാണെങ്കിൽ സ്ത്രീകൾ വിഷമവും കരച്ചിലൊക്കെ തുറന്ന് കാണിക്കുന്നവരാണ്. പുരുഷന്മാർ കരയരുത് എന്ന് പറഞ്ഞിട്ടാണ് വളർത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദേഷ്യം കാണിക്കുന്നത് അവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഉള്ളിലെ ഇമോഷൻസ് ഒരുപോലെ ആയാലും പ്രകടനം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ ഇമോഷൻസും നമ്മുടെ തോട്ട്സും നമ്മുടെ ബിഹേവിയറും വേർപിരിയാത്തൊരു ബന്ധമുണ്ട്. സംഭവമല്ല, നമ്മളതിനെങ്ങനെ തോട്ട് ചെയ്യും, നമ്മളെങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് ഇവിടെ പ്രധാനം. അപ്പോൾ അപ്രൈസൽ മാറ്റിയാൽ നമുക്ക് സ്ട്രെസ്സ് കുറക്കാം, മനസ്സിനെ സംരക്ഷിക്കാം. ഒരേ സംഭവം എല്ലാവർക്കും ഒരുപോലെ പ്രതികരിക്കണം എന്നുണ്ടാവില്ല. ഇതാണ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് എന്താണ് ഇമോഷൻസ് ഇൻ്റലിജൻസ് എന്നാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ളൊരു യൂണിറ്റാണ്, അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ യൂണിറ്റും നമുക്ക് ഈസിയാണ്. ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എക്സാമിൽ എഴുതാൻ പറ്റുന്ന ഒരു വിഷയമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നോട്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. താഴെ കാണുന്നതാണ് നമ്മുടെ നമ്പർ. ആർക്കെങ്കിലും ഫുൾ കോഴ്സ് എടുക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. ബൈ.